മഴ കനത്തതോടെ കടൽക്ഷോഭം രൂക്ഷം. അമ്പലപ്പുഴയിൽ തീരദേശവാസികൾ തീരാ ദുരിതത്തിൽ. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വടക്കോട്ട് 1 കിലോമീറ്ററോളമാണ് ദിവസങ്ങളായി കടൽ കലിതുള്ളുന്നത്. ഇവിടെ തീരത്തോട് ചേർന്നുള്ള 100-ലധികം വീടുകളാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ഈ തെക്കുവശം ബുദ്ധിമുട്ട് ഇഷ്ടപ്പെടുത്തേക്ക് അത് അന്ന് തന്നെ ഇങ്ങോട്ട് വടക്കുവശം കെട്ടിയിട്ടില്ലെങ്കിൽ ഇത്രയും ദുരിതം വരികയല്ലോ. ഒരു കോടിക്കണക്കിന് രൂപ മുടക്കി സാമാനം ഉണ്ടാക്കിയിട്ടല്ലേ ആർക്ക് വേണ്ടി? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുക. കാര്യം ഒരു MP പോയിട്ട് പോലും 10 രൂപ ഇവിടെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. എന്തുമാത്രം വടക്കോട്ട് അങ്ങ് ആ പൊഴി വരെ ഒരൊറ്റ നീളത്തിനങ്ങ് പോവുകയാണ്. ആരെങ്കിലും വന്നൊന്ന് നോക്കുന്നുണ്ട്? ഭരണപക്ഷത്തിൻ്റെ ആരെങ്കിലും? കിഴക്ക് 500 മീറ്ററിന് കിഴക്ക് വരെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കിഴക്കേ തീരദേശ റോഡ് കൂടെ പോകാൻ സാധ്യത. അത്രയ്ക്ക് ശക്തമായ തിരമാലകളാണ് പടിഞ്ഞാറുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശവാസികളെല്ലാവരും വളരെ ആശങ്കയിലാണ്. കാരണം ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്തുവാണ് സംഭവിക്കുന്നത്? കാരണം അന്നേക്കുള്ള അന്നം പോലും കഴിക്കാനുള്ള മാർഗമില്ല. അവർ ഒത്തിരിയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ മേലധികാരികളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് നല്ല രീതിയിലുള്ളൊരു പുലിമുട്ട് സംവിധാനം ചെയ്തു തരേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കടൽഭിത്തി തകർന്നടിഞ്ഞതോടെ തീരസംരക്ഷണം ഈ പ്രദേശത്ത് കടലാസിലൊതുങ്ങി. കടൽഭിത്തിക്കായി സ്ഥാപിച്ച കല്ലുകളെല്ലാം കടലെടുത്തു. പുതിയ കടൽഭിത്തി നിർമ്മാണം നടക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയമായ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററും തകർച്ചാ ഭീഷണിയിലാണ്. ഇവിടെ ഫിഷറീസ് വകുപ്പ് സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് വിളക്ക് തകർച്ചാ ഭീഷണിയെ തുടർന്ന് അഴിച്ചുമാറ്റിയിരുന്നു. പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ മുതൽ വടക്കോട്ട് കൊച്ചുപുഴി വരെയുള്ള പ്രദേശം ഇല്ലാതാകുമെന്ന ആശങ്കയാണ് തീരദേശവാസികൾക്കുള്ളത്. പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വ്യാഴാഴ്ച ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. ചേർത്തലയിലെ കൂടുതൽ വ്യാപനം നടന്ന പ്രദേശങ്ങളാണ് ആദ്യം സന്ദർശിച്ചത്. തണ്ണീർമുക്കം ചേർത്തല നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ, ചെറുതന, ചെങ്ങന്നൂർ ഹാച്ചറി എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം പൂർത്തിയാക്കിയത്. വ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചു. ഫാമുകൾ, പ്രദേശത്തിന്റെ പ്രത്യേകത, വെള്ളം തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം പഠന വിധേയമാക്കുന്നത്. വൈറസിന്റെ സ്വഭാവവും അത് പടരാനുള്ള സാഹചര്യങ്ങളും സംബന്ധിച്ച് സംഘം പഠനം നടത്തും. തുടർന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധരുമായി ചർച്ച ചെയ്യും. സംസ്ഥാനതലത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് രൂപീകരിച്ച വിദഗ്ധ സംഘാംഗങ്ങളായ പൂക്കോട് വെറ്ററിനറി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ചിന്തു രവിശങ്കർ, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ P. രാജീവ്, ഡോക്ടർ S. അപർണ, വെറ്ററിനറി സർജൻ സിയാട് പാലോട്, ഡോക്ടർ ഹരീഷ്, ഡോക്ടർ സഞ്ജയ് എന്നിവരാണ് ജില്ലയിൽ സന്ദർശനം നടത്തിയത്. ഇവർ തങ്ങളുടെ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിന് ഉടൻ കൈമാറും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസുമായി കളക്ടറേറ്റിൽ വെച്ച് സംഘം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. പഞ്ചായത്തുകൾക്കും കർഷകർക്കുമുള്ള കോമ്പൻസേഷൻ, ജില്ലയിലെ പക്ഷിപ്പനിയുടെ നിയന്ത്രണം എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടർ സംഘത്തോട് വിശദീകരിച്ചു. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. സമ്മേളനം ഉദ്ഘാടനവും സ്ഥിരം ആർട്ട് ഗാലറി സമർപ്പണവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വങ്ങൾ വ്യക്തമായും കൃത്യതയോടും കൂടി നടപ്പിലാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് അധികാരങ്ങളാണ് തന്നിരിക്കുന്നത്. ആ അധികാരങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ് നല്ല ഭരണാധികാരികളായിട്ട് മാറുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഫണ്ടുകൾ കൈവരുമ്പോൾ വേണമെങ്കിൽ തട്ടിക്കൂട്ട് പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാം. പക്ഷേ
ആ തട്ടിക്കൂട്ട് പദ്ധതികളെക്കാളേറെ എങ്ങനെയാണ് പ്രയോജനം കിട്ടുക എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ആസൂത്രണം നടത്തുമ്പോഴാണ് അത് ജനകീയ സർക്കാരുകളായിട്ട് മാറുന്നത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് TK തങ്കച്ചൻ അധ്യക്ഷനായി. SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാലും അങ്കണവാടികൾക്കുള്ള പാചകപാത്രങ്ങളുടെ വിതരണം നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷും നിർവഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥരെയും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ അനുമോദിച്ചു. ഹരിതകർമ്മസേനയ്ക്കുള്ള യൂണിഫോം വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യാമണി ജയകുമാറും ദേശീയ കുംഫു ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയവരെ അനുമോദിക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് G ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു. ബിന്നുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സരിത സന്തോഷ്, CV രാജീവ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വിനയചന്ദ്രൻ, ജോസിമോൾ ജിനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുളിങ്കുന്നിലെ ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പുളിങ്കുന്ന് വികസന പൗരസമിതിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി. തിരുവനന്തപുരത്തെത്തി തോമസ് കെ തോമസ് MLAയ്ക്കൊപ്പമാണ് നേതാക്കൾ മന്ത്രിമാരെ കണ്ടത്. 32 വർഷങ്ങളായി പുളുങ്കുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജങ്കാർ സർവീസ് അപ്രതീക്ഷിതമായി നിർത്തലാക്കിയതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതമനുഭവിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി സമരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നു. പുളിങ്കുന്ന് വികസന പൗരസമിതിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് സമിതി ഭാരവാഹികളായ അലക്സ് മാത്യു, ജോൺ C ടിറ്റോ, ഷാരോൺ ടിറ്റോ എന്നിവർ തിരുവനന്തപുരത്തെത്തി മന്ത്രിമാർക്ക് നിവേദനം നൽകിയത്. കുട്ടനാട് MLA തോമസ് കെ തോമസിനൊപ്പമാണ് ഇവർ മന്ത്രിമാരെ കണ്ടത്. നിർത്തിവെച്ച പദ്ധതി പുനരാരംഭിക്കുവാൻ ധനകാര്യ വകുപ്പിന്റെ സാമ്പത്തിക അനുമതി വേണമെന്നതിനാലാണ് വിഷയത്തിൽ കാലതാമസം നേരിടുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചതായി അലക്സ് മാത്യു KCV ന്യൂസിനോട് പറഞ്ഞു. കുട്ടനാട് MLA ശ്രീ തോമസ് കെ തോമസിനോടൊപ്പം ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം നൽകി. അപ്പോഴാണ് ഒരു പുതിയ പ്രശ്നം. PWD നിർത്തലാക്കിയത് വീണ്ടും തുടങ്ങണമെങ്കിൽ ഇനിയും ഫൈനാൻസിൻ്റെ അംഗീകാരം വേണം. MLAയുമൊത്ത് ഞങ്ങൾ ഫൈനാൻസ് മിനിസ്റ്ററുടെ അടുത്ത് KN ബാലഗോപാലിൻ്റെ അടുത്ത് പോയി നിവേദനം നൽകി. അവിടെ നിന്നും ഇനി ഫൈനാൻസിൻ്റെ അനുവാദം കിട്ടിയാൽ മാത്രമേ ഇവിടെ ഈ ജങ്കാർ തുടങ്ങാൻ കഴിയുകയുള്ളൂ. കഴിയുന്നത്ര വേഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ഇവിടെ കടന്നു പോകുന്ന ഓരോ മണിക്കൂറും അപകടമുള്ളത് ആയതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്തിന് ഗവൺമെൻറ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു, ഇവിടെ ഒരു വലിയ യന്ത്രവൽകൃത ബോട്ട് ഇടണം, കൂലി എത്രയാണെന്ന് വെച്ചാൽ വാങ്ങണം, ഈ അപകടമരണം ഉണ്ടാകുന്ന അവസ്ഥ ഇല്ലെന്ന് മാറ്റി നിർത്തണം. വെള്ളപ്പൊക്കവും ശക്തമായ ഒഴുക്കുമുള്ളപ്പോൾ ചെറിയ വള്ളങ്ങളിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് വലിയ അപകടമുണ്ടാക്കും. മുമ്പ് ഇവിടെ 2 പേർ വള്ളം മുങ്ങി മരിച്ചിട്ടുള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷയെ കരുതി വലിയ ബോട്ട് ഏർപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും അലക്സ് മാത്യു ആവശ്യപ്പെട്ടു. വനിതാ സ്വയം തൊഴിൽ സംരംഭമായ ഓയിൽ മില്ലിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 11-ന് കുന്നുമ്മയിൽ നടന്നു. അഞ്ജിത, ദിവ്യ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് അഞ്ചുതെങ്ങിൽ ഓയിൽ മിൽ എന്ന പുതിയ സംരംഭത്തിന് തുടക്കമായത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യവസായ വികസന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഓയിൽ മിൽ ആരംഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇപ്പോൾ നമ്മൾ തകഴി ഈ ഓയിൽ മില്ല് തുടങ്ങുമ്പോൾ ഇവിടെ വേറെ 2 പദ്ധതികൾ കൂടി തുടക്കം കുറിക്കാനായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്നൊരു സ്റ്റിച്ചിങ് സെന്ററും അതുപോലെ തന്നെ ഒരു ഫ്ലവർ മില്ലും, അങ്ങനെ 2 എണ്ണം കൂടെ തകഴിയിൽ വരും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഗ്രാമസഭകളിൽ നിന്നും പഞ്ചായത്തുകളുടെ ഗ്രാമസഭകളിൽ നിന്നും ഈ സംരംഭങ്ങൾക്ക് പേര് കൊടുത്തുകൊണ്ട് ബ്ലോക്കിലേക്ക് വന്ന് നമ്മുടെ ബ്ലോക്ക് പദ്ധതിയിൽ, അതായത് 2023-24 വാർഷിക പദ്ധതിയിൽ പെടുത്തിയുള്ള സംരംഭത്തിന്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഞങ്ങള് ഈ സംരംഭം 1 ലക്ഷം രൂപയുടെ
ഒരു പദ്ധതി തുടങ്ങുമ്പോൾ 25,000 രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും 75,000 രൂപ സബ്സിഡി ആയിട്ട്. ചടങ്ങിൽ തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജയകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മദൻലാൽ മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ഷിബു, വ്യവസായ വികസന ഓഫീസർ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നു. ദേശീയ അന്ധതാ നിവാരണ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി നയനപഥം എന്ന പേരിൽ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം കാഴ്ച പരിമിതരെ കണ്ടെത്തിയാണ് സൗജന്യ ചികിത്സ നൽകുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഇതിനായി ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിൽ തിമിരം കണ്ടെത്തിയവർക്കുള്ള ശസ്ത്രക്രിയ വെള്ളിയാഴ്ചകളിൽ ആശുപത്രിയിൽ വെച്ചാണ് നടത്തുന്നത്. ജനറൽ ആശുപത്രിയിൽ ഒക്ടോബർ മുതൽ 514 തിമിര സർജറികൾ നടത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് വിഹിതമായി ലഭിച്ച ഫണ്ടിൽ നിന്നും ചമ്പക്കുളം CHCക്കായി വാങ്ങിയ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലമ്മ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം S മായാദേവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഞങ്ങൾക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ മാത്രമേ ജില്ലാ പഞ്ചായത്തിനുള്ളൂ, വ്യക്തിഗത ആനുകൂല്യങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സംയുക്ത പ്രോജക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് DPCയുടെ സമയം. ഇപ്പം കൊടുക്കാതെ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞ് പൈസ ഡിവൈഡ് ചെയ്യേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ഭരണസമിതി കൂടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംയുക്ത പ്രോജക്റ്റ് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ കിട്ടാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പാലിയേറ്റീവ് കെയറിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് ഈ സെന്ററിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരെ എന്നൊക്കെ ഏറ്റവും ഇഷ്ടം. കാരണം ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ഏറ്റവും വലിയ കാര്യം. സ്റ്റേജ് കലാകാരന്മാരുടെ സംഘടനയായ സവാക്കിന്റെ നേതൃത്വത്തിൽ സവാക്ക് ഓഫ് ഇന്ത്യ ഫിലിംസ് എന്ന പേരിൽ സിനിമാ കമ്പനി ആരംഭിച്ചു. ജനകീയ സഹകരണത്തോടെ ആരംഭിച്ച കമ്പനിയുടെ ആദ്യ ചിത്രം ഹെൽപ്പ് ലൈൻ ഓഗസ്റ്റ് 16-ന് റിലീസ് ചെയ്യും. ആലപ്പുഴയിൽ നിന്നുള്ള കലാ സാംസ്കാരിക പ്രവർത്തകരായ ആശ്രമം ചെല്ലപ്പൻ, ജോസി ഫോക്ലോർ, MK രാധാമണി, അഡ്വക്കേറ്റ് VS ഭാസ്കരൻ, തോട്ടപ്പള്ളി സുഭാഷ് ബാബു, സലാം അമ്പലപ്പുഴ, ഹരിശങ്കർ ഭാസ്കരൻ തുടങ്ങിയ കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മയിലാണ് ജനകീയ സിനിമാ കമ്പനി ആരംഭിച്ചത്. സ്റ്റേജ് ആർട്ടിസ്റ്റുകളെയും പുതുമുഖങ്ങളെയും അണിനിരത്തി സാമൂഹിക പ്രതിബദ്ധതയുള്ള മലയാള സിനിമകൾ വെള്ളിത്തിരയിൽ എത്തിക്കുകയാണ് സവാക്ക് ഓഫ് ഇന്ത്യ ഫിലിംസിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ നാടക സ്റ്റേജ് കലാകാരന്മാർ ഇന്ന് പരിപാടിയില്ലാതെ വളരെയേറെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും വിഷമതയിലുമാണ്. പോരെങ്കിൽ 10 മണി കഴിഞ്ഞാൽ നാടകം നടത്തില്ല, ഗാനമേള നടക്കില്ല. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അവരുടെ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കാം. അവരെ ഒന്ന് വെള്ളിത്തിരയിലേക്ക് കടത്തിവിട്ടാൽ ഏതെങ്കിലും തരത്തിൽ അവർ രക്ഷപ്പെടും എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് ഈ സവാക്ക് ഓഫ് ഇന്ത്യ ഫിലിംസ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മയിൽ ജനകീയ സഹകരണത്തോടെ ആലപ്പുഴയിൽ നിന്നും സവാക്ക് ഓഫ് ഇന്ത്യ ഫിലിംസ് എന്ന ബാനറിൽ ജനകീയ സിനിമ കമ്പനി ആരംഭിക്കുന്നു. നാടക സ്റ്റേജ് ആർട്ടിസ്റ്റുകളെയും പുതുമുഖങ്ങളെയും അണിനിരത്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല മലയാള സിനിമകൾ വെള്ളിത്തിരയിൽ എത്തിക്കുകയാണ് സവാക്ക് ഓഫ് ഇന്ത്യ ഫിലിംസിന്റെ പ്രധാന ലക്ഷ്യം. കമ്പനിയുടെ ആദ്യ ചിത്രമായ ഹെൽപ്പ് ലൈൻ ആഗസ്റ്റ് 16-ന് തിയേറ്ററുകളിലെത്തും. പെൺകരുത്തിന്റെ കഥ പറയുന്ന കുടുംബ ചിത്രമാണിത്. ആശ്രമം ചെല്ലപ്പൻ കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ബെന്നി ആശംസയാണ്. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി സവാക്ക് ഓഫ് ഇന്ത്യയുടെ 10 ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾ ആരംഭിച്ചതായും ആശ്രമം ചെല്ലപ്പൻ, അഡ്വക്കേറ്റ് VS ഭാസ്കരൻ, ജോസി ഫോക്ലോർ എന്നിവർ അറിയിച്ചു. മാന്നാർ സീനിയർ സിറ്റിസൺസ് കൗൺസിലിന്റെ സ്മരണികാ പ്രകാശനവും വാർഷികാഘോഷവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ സിറ്റിസൺ കൗൺസിൽ ഹാളിലാണ് പരിപാടി. ഞായറാഴ്ച രാവിലെ 9:30-ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനവും സ്മരണികാ പ്രകാശനവും നിർവഹിക്കും.
കൗൺസിൽ പ്രസിഡന്റ് മേജർ എൽ ജയകുമാർ അധ്യക്ഷത വഹിക്കും. ചരിത്ര ഗവേഷകനും സാഹിത്യകാരനുമായ ഡോക്ടർ MG ശശിഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ സാഹിത്യകാരൻ ചെന്നിത്തല ശശാങ്കന് കലാസാഹിത്യ പുരസ്കാരം ചടങ്ങിൽ ഗവർണർ സമ്മാനിക്കും. മാന്നാർ റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തുന്ന ചികിത്സാ സഹായ വിതരണം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് KG ഗോപാലകൃഷ്ണപിള്ള നിർവഹിക്കും. വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും. കൊച്ചിൻ മെലഡി മേക്കേഴ്സിന്റെ ഗാനസുധയും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മാന്നാറും സമീപ പ്രദേശത്തുമുള്ള വയോവൃദ്ധരുടെ ആരോഗ്യപരമായ ഉന്നമനത്തിനും മറ്റ് വെൽഫെയർ ആക്ടിവിറ്റീസിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണിത്. അതിൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ സേവനത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു രജത ജൂബിലി ആഘോഷം നടത്തുന്നുണ്ടായി. കഴിഞ്ഞ വർഷം 2023 കൊട്ടാരകാവ് ദേവീക്ഷേത്രത്തെ ഉയർത്തിപ്പിച്ചായിരുന്നു. വിപുലമായ പരിപാടികളോടുകൂടിയാണ് അവതരിപ്പിച്ചത്. അത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൗൺസിലിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വയോജനങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ്. കൗൺസിൽ ഒരു ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. സൗജന്യ ചികിത്സ, സൗജന്യ കൺസൾട്ടേഷൻ, അതോടൊപ്പം തന്നെ സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുക എന്നൊരു പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൗൺസിൽ ഭാരവാഹികളായ മേജർ എൽ ജയകുമാർ, ബി മധുസൂദനൻ നായർ, RP കണ്ണാടിശ്ശേരി, സതീഷ് കുമാർ AT, വിംഗ് കമാൻഡർ S പരമേശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 27 വർഷക്കാലമായി മാന്നാറിലെയും സമീപ പ്രദേശങ്ങളിലെയും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മാന്നാർ സീനിയർ സിറ്റിസൺസ് കൗൺസിൽ. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള സർക്കാർ നൈപുണ്യ വികസന പരിശീലന സ്ഥാപനമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂരിൽ PMKVY സ്കിൽ ഹബ്ബ് പദ്ധതിയിലൂടെ ഉടൻ ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റോടുകൂടിയ സൗജന്യ ഗ്രാഫിക് ഡിസൈനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 10. കൂടുതൽ വിവരങ്ങൾക്ക് 9495999682 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂൾ കുട്ടികൾക്കായി നീന്തൽ, ബോക്സിംഗ് ഇനങ്ങളിൽ പരിശീലനം നൽകുന്നു. രാജ കേശവദാസ നീന്തൽക്കുളത്തിലാണ് പരിശീലനം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായോ 8129202074 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ 2 വർഷത്തെ ലാറ്ററൽ എൻട്രി വഴിയുള്ള ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ SITTTR മുഖേനയുള്ള അഡ്മിഷന് ശേഷം പ്രതീക്ഷിക്കുന്ന ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ +2 സയൻസ് അല്ലെങ്കിൽ 2 വർഷ ITI 50% മാർക്കോടെ പാസ്സായവരായിരിക്കണം. SITTTR മുഖേന രജിസ്റ്റർ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒഴിവുള്ള സീറ്റിലേക്കായി നേരിട്ടെത്തി അപേക്ഷ നൽകാം. വിശദ വിവരങ്ങൾക്ക് 0476262359 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6595 രൂപ, പവന് 52,760 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.